ഹൈപ്രിയപ്പെട്ടവരെ വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ വീണ്ടും തൃശ്ശൂർ സെഷൻ കോർട്ട് ഹൈറിച്ചിൻ്റെ കേസ് പരിഗണിക്കുന്നുണ്ട്. ബഡ്സ് അതോറിറ്റി ഇവരുടെ അക്കൗണ്ടുകളും പ്രോപ്പർട്ടികളും സീസ് ചെയ്യുകയും ഫ്രീസ് ചെയ്യുകയും ചെയ്ത നടപടി സ്ഥിരപ്പെടുത്തുന്നതിനുള്ള പ്രക്രിയയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെ പിക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ഇവരുടെ തട്ടിപ്പ് ഇതൊരു പോൺസി സ്കീം കമ്പനിയാണെന്നും ഇവർ ചെയ്തിരുന്നത് അടിയിൽ നിന്നും പൈസ വാങ്ങി മുകളിലേക്ക് വീതിച്ചു കൊടുക്കുന്ന പരിപാടിയാണെന്നും ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഇത്രയധികം ആളുകൾക്ക് റിട്ടേൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്കീമുകളും ഇവർ നടത്തുന്നില്ല എന്നും ഇവർ സ്വീകരിക്കുന്നത് അനധികൃത നിക്ഷേപമാണെന്നും RBIയുടെ അനുമതിയില്ലാതെ ബോണ്ടുകൾ ഇറക്കിയെന്നും ഉൾപ്പെടെയുള്ളവ ഇതിൻ്റെ ഓണർമാർ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെന്നും ഗ്രീൻകോ LTD എന്ന് പറഞ്ഞൊരു കമ്പനി നടത്തി മണി ചെയിൻ തട്ടിപ്പ് കമ്പനി നടത്തി ജയിലിൽ കിടന്നിട്ടുള്ള ആളുകളാണെന്നും കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ താൽക്കാലികമായിട്ട് ജപ്തി ചെയ്ത നടപടി കോടതി സ്ഥിരപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഇതിലെ നിക്ഷേപകർ ഇപ്പോഴും ഇത് തിരിച്ചു വരുമെന്ന് കരുതിയിട്ട് പരാതി നൽകാതെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരോടാണ്, നിങ്ങൾ പരാതി നൽകുന്നില്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നിങ്ങളെ തേടി വരും. ഒരുപാട് വലിയ എമൗണ്ടുകളൊക്കെ നിക്ഷേപിച്ച ആളുകൾ ഇതിലുണ്ട്. ഒരുപാട് ആളുകളുണ്ട് വലിയ വലിയ എമൗണ്ടുകളൊക്കെ നിക്ഷേപിച്ച് അവരിപ്പോഴും പരാതിയുമായിട്ടൊന്നും രംഗത്ത് വരുന്നില്ല. നിങ്ങളെ തേടി ഒരിക്കൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വരും. ഒരിക്കൽ നിങ്ങളെ തേടി ഒരു പക്ഷേ EDയുടെ നോട്ടീസ് വരും. ആ EDയുടെ നോട്ടീസ് കിട്ടിയാൽ നിങ്ങൾ ഇതിൽ പ്രതിയാണ്. പലരും തന്നെ വലിയ എമൗണ്ടുകൾ നിക്ഷേപിച്ച് ഒരുപാട് പേരെ എനിക്കറിയാം. അവരെല്ലാം തന്നെ എന്തുദ്ദേശം കൊണ്ടാണെന്ന് അറിയില്ല, പരാതി ഇതുവരെയായിട്ടും കൊടുത്തിട്ടില്ല. EDയുടെ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് EDയുടെ നോട്ടീസ് ഹാജരാവാനുള്ള നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പ്രതിയാണ്. ED രജിസ്റ്റർ ചെയ്ത കേസിൽ പലരും തന്നെ മക്കളുടെ ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ പൈസ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇങ്ങനെ EDയുടെ കേസിൽ പെട്ടാനുള്ള ബുദ്ധിമുട്ട് മക്കൾക്ക് പാസ്പോർട്ടിന് ഉൾപ്പെടെ നിങ്ങളുടെ ഉൾപ്പെടെ പാസ്പോർട്ടിന് വലിയ പ്രശ്നം ഉണ്ടാകും. ഒരു പാസ്പോർട്ട് കിട്ടാത്തവരാണെങ്കിൽ പാസ്പോർട്ട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും. പാസ്പോർട്ട് ഉള്ളവരാണെങ്കിൽ അതൊരു പക്ഷേ സീസ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകളും ഇതിലുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങളെ അന്വേഷണ ഉദ്യോഗസ്ഥർ തേടി വരുന്നതിന് മുൻപ് നിങ്ങളൊരു ഇരയാണെന്ന് പറഞ്ഞ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അടുത്തെത്തുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. ഇനി ഇത് ഇവർ ഭയങ്കരമായിട്ട് ഇവരുടെ ഗ്രൂപ്പിൽ പ്രചരിപ്പിക്കുന്നുണ്ട്, നമ്മൾ തിരിച്ചു വരും എന്നൊക്കെ. അങ്ങനെ തിരിച്ചു വന്നാൽ നമ്മളങ്ങനെ ഒരു വാദത്തിന് വേണ്ടിയിട്ട് കണക്കൂട്ടുക, ഇത് തിരിച്ചു വരുമെന്ന്. വന്നു കഴിഞ്ഞാൽ ഇവർ എവിടെ നിന്നെടുത്ത് പൈസ കൊടുക്കും? ഇവർ ഏകദേശം 3300 കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹൈറിച്ചിൽ പൈസ നിക്ഷേപിച്ചവർ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. മുഖ്യമന്ത്രി നിയമസഭയിൽ കൊടുത്ത മറുപടി വെച്ച് നോക്കുമ്പോൾ ഇവർ 3300 കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഫ്രീസ് ചെയ്ത അക്കൗണ്ടിലെല്ലാം കൂടെ ഉള്ളത് 212 കോടി രൂപയാണ്. ഇവരുടെ പേഴ്സണൽ അക്കൗണ്ട് ഉൾപ്പെടെ കാത്തലിക് സിറിയൻ ബാങ്കിൽ ഇവർക്ക് പേഴ്സണൽ അക്കൗണ്ട് ഉണ്ടായിരുന്നത് അതുൾപ്പെടെ ഈ നമ്മുടെ ശ്രീനാ പ്രതാപന് അതുൾപ്പെടെ 212 കോടി രൂപ ഇവരുടെ കയ്യിലുള്ളൂ. 3300 കോടി രൂപ കളക്ട് ചെയ്തിട്ട് കയ്യിലുള്ളത് 212 കോടി രൂപ. ബാക്കി പൈസ അവിടെ പോയി. ഈ 212 കോടി രൂപ കൊണ്ട് ഇത്രയധികം ആളുകളുടെ 10,000 ആളുകളുടെ 4 മാസത്തെ റിട്ടേൺസ് ഇവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തുടർന്ന് പ്രവർത്തിച്ചോളൂ എന്ന് പറഞ്ഞാൽ പോലും പുതിയ ആളുകൾ ചേരാതെ ഇവർക്ക് ഈ ചേർന്ന ആളുകൾക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ സാധ്യമല്ല. നിങ്ങൾ ലീഡേഴ്സിനോട് 3300 കോടി രൂപ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ടിൽ 212 കോടി മാത്രമല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചു നോക്കണം. ബാക്കി പൈസ അവിടെ പോയി. ഇവർക്ക് പ്രോപ്പർട്ടി ആയിട്ടൊന്നുമില്ല. ഇവർക്ക് വെൽത്ത് സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വളരെ ചെറിയ കുറച്ച് സാധനങ്ങളായിട്ടുള്ളൂ. എല്ലാം തന്നെ വാടക കെട്ടിടത്തിലൊക്കെയാണ്. പിന്നെ ബാക്കിയുള്ള ഒരു 500 സൂപ്പർ മാർക്കറ്റിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് 10 ഫ്ലക്സ് കൊണ്ട് വെച്ചിരിക്കുകയാണ് ഹൈറിച്ച് എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ ഇവർക്ക് സ്വന്തമായി പ്രോപ്പർട്ടി ഇല്ല. ബാക്കി പൈസ അവിടെ പോയി. മണി ചെയിൻ മാതൃകയിൽ ഏകദേശം ഇവർ 2600 കോടിയോളം രൂപ വീതിച്ച് കൊടുത്തിരിക്കുകയാണ്. അടിയിൽ നിന്ന് ചേരുന്ന ആളുകളുടെ പൈസ മുകളിൽ വീതിച്ച് കൊടുത്തിരിക്കുകയാണ്. ഒരിക്കലും തന്നെ കോടതി ഉത്തരവിട്ടാൽ പോലും ഇവർ ഈ വീണിരിക്കുന്ന ഗർത്തത്തിൽ നിന്ന് ഇവർക്ക് എണീക്കാൻ സാധ്യമല്ല. നമ്മളൊരു വാദത്തിന് വേണ്ടി അത് സമ്മതിച്ചാൽ പോലും. ഇനി കോടതി ഇവർക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും പരാമർശം നടത്തിയാൽ പോലും ഈ കേസ് എടുത്തിട്ടുള്ളത് കേരള സർക്കാരാണ്. കേരള സർക്കാരിന് കോടതിയിൽ നിന്ന് കിട്ടുന്ന തിരിച്ചടിയാണ്. മാത്രമല്ല അപ്പോൾ ഇത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഭീഷണിയാണ്. യാതൊരുവിധ ഇതുമില്ലാതെ റെഗുലേറ്റിംഗും ഇല്ലാതെ കുറച്ച് ആളുകൾ പ്രൊഡക്റ്റീവ് അല്ലാതെ പൈസ വാങ്ങിയിട്ട് മുകൾ തട്ടിലേക്ക് വീതിച്ച് കൊടുക്കുന്ന ഒരു സ്കീം രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥക്കും സാമ്പത്തിക ഭദ്രതയ്ക്കും ഭീഷണിയാണ്. കോടതിയുടെ പക്കൽ നിന്ന് നമ്മളൊരു വാദത്തിന് വേണ്ടിയിട്ട് പിക്ക് സമർത്ഥിക്കാൻ കഴിയാതെ പോയി, കോടതിക്ക് ഇത് ബോധ്യപ്പെടാതെ പോയി എങ്കിൽ പോലും ഇതിൽ എന്തെങ്കിലും പരാമർശങ്ങൾ ഇവർക്ക് അനുകൂലമായി കോടതിയുടെ പക്കൽ നിന്നുണ്ടായാൽ പോലും രാജ്യത്തെ വിവിധ റെഗുലേറ്റിംഗ് അതോറിറ്റികൾ സെബി അതുപോലെ റിസർവ് ബാങ്ക് ഉൾപ്പെടെയുള്ള റെഗുലേറ്റിംഗ് അതോറിറ്റികൾ ഇതിൽ കക്ഷി ചേരേണ്ടതായിട്ട് വരും. അത്രയും ഗുരുതരമായൊരു കേസാണിത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ലഘുവല്ല. കാരണം ഇങ്ങനെ ഒരു കമ്പനിയെ തുടരാൻ അനുവദിച്ചാൽ രാജ്യത്തിൻ്റെ റെഗുലേറ്റിംഗ് അതോറിറ്റികളുടെ വാക്കുകൾക്ക് അവരുടെ നിയമങ്ങൾക്ക് എന്ത് വിലയാണുള്ളത്? അപ്പോൾ അങ്ങനെ ഒരിക്കലും സംഭവിക്കുന്നതല്ല. അങ്ങനെ എന്തെങ്കിലും അനുകൂല പരാമർശം കോടതിയുടെ പക്കൽ നിന്നുണ്ടായാൽ പോലും ഈ കേസും മുകളിലെ കോടതിയിലേക്ക് പോവുകയും അവിടെ അല്ലെങ്കിൽ ഈ കോടതിയിൽ തന്നെ രാജ്യത്തെ സെബി അതുപോലെ തന്നെ റെഗുലേറ്റിംഗ് അതോറിറ്റികൾ റിസർവ് ബാങ്ക് ഉൾപ്പെടെയുള്ള റെഗുലേറ്റിംഗ് അതോറിറ്റികൾ ഈ കേസിൽ കക്ഷി ചേരേണ്ടതായും വരും. ഈ 12 കേസുകളുടെ വിവരങ്ങൾ അതുപോലെ തന്നെ ഇവർ റിസർവ് ബാങ്കിൻ്റെ ഒരു അനുമതിയുമില്ലാതെ നിക്ഷേപം സ്വീകരിച്ചതിൻ്റെ രേഖകൾ ഇവരുടെ ROCയിൽ സമർപ്പിച്ച 36 ലക്ഷം
നഷ്ടമാണ് എന്നുള്ളതിൻ്റെ രേഖ ഇവരുടെ ലീഡേഴ്സിൻ്റെ ഉൾപ്പെടെയുള്ള പ്രസംഗങ്ങൾ, ബാങ്ക് തരുന്നതിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് ഞങ്ങൾ തരാൻ ഇവിടെ നിക്ഷേപിക്കും എന്നൊക്കെയുള്ള രാജ്യത്തിൻ്റെ ബാങ്കിങ് സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന പ്രസംഗങ്ങൾ തുടങ്ങി ഇവരുടെ തട്ടിപ്പുകൾ ഓരോന്നായിട്ട് പിക്ക് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ തന്നെ മിക്കവാറും ഇവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുകയും പ്രോപ്പർട്ടി സീസ് ചെയ്യുകയും ചെയ്ത നടപടിയിൽ ഒരു തീരുമാനം ഉണ്ടാകും. അത് സ്ഥിരപ്പെടുത്താനുള്ള സാധ്യത കാണുന്നുണ്ട് നാളെ.